6 വർഷമായി ഓഖിയിൽ കിടപ്പാടം നഷ്ടമായവർക്ക് അഭയകേന്ദ്രമായ തിരുവനന്തപുരം വലിയതുറ സർക്കാർ LP സ്കൂൾ പൂർണ്ണമായും തുറന്നു. 100ഓളം വിദ്യാർത്ഥികളാണ് ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം തേടിയെത്തിയത്. നവീകരിച്ച് മികവിന്റെ കേന്ദ്രമാക്കി മാറ്റിയ സ്കൂളിൽ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് പ്രവേശനോത്സവം കളറാക്കി മാറ്റി. യഥാർത്ഥാവകാശികളായി പുതിയ അധ്യയന വർഷത്തിൽ അവരെത്തി ഇവിടേക്ക്. ഓഖി ദുരിതത്തിന് പിന്നാലെ 6 വർഷം ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ച തിരുവനന്തപുരം വലിയതുറ സർക്കാർ സ്കൂളിനങ്ങനെ പുതുജീവൻ വീണു. നൂറിലധികം വിദ്യാർത്ഥികളാണ് പ്രവേശനോത്സവം കളറാക്കി സ്കൂളിലെത്തിയത്. കഴിഞ്ഞ തവണ 5 പേർ മാത്രമായിരുന്നു 1ാം ക്ലാസ്സിലേക്ക് എത്തിയതെങ്കിൽ ഇത്തവണ അത് 16 പേരായി മാറി. 81 വിദ്യാർത്ഥികളാണ് വിവിധ ക്ലാസ്സുകളിൽ ഇവിടെ പഠനം നടത്തുന്നത്. ഇവർക്കായി 9 അധ്യാപകരുമുണ്ട്. 10 ക്ലാസ് മുറികൾ നമുക്ക് അവർക്ക് ക്യാമ്പായി കൊടുത്തതിൻ്റെ ഫലമായി അവരുടെ ഇവിടുത്തെ താമസവും ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം രണ്ടും ഒരുമിച്ച് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ വിദ്യാർത്ഥികളെ ഈ വിദ്യാലയത്തിൽ നിന്ന് മറ്റ് വിദ്യാലയങ്ങളിലേക്ക് രക്ഷകർത്താക്കൾ TC വാങ്ങി പോകുന്നൊരവസ്ഥയായിരുന്നു. ആ സന്ദർഭത്തിൽ വെറും 46 വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നത്. 1ാം ക്ലാസ്സിൽ 5 വിദ്യാർത്ഥികളും. അപ്പോൾ നമ്മുടെ ഒരു PTA-കാരുടെയും SMC-യുടെയും നാട്ടുകാരുടെ ഒക്കെ സംയുക്ത, അതോടൊപ്പം തന്നെ നമ്മുടെ കോർപ്പറേഷൻ്റെയും ഇവിടുത്തെ കൗൺസിലറിൻ്റെ ഒക്കെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. 2017 ഓഖി ചുഴലിക്കാറ്റും കടലാക്രമണവും രൂക്ഷമായപ്പോൾ 125 കുടുംബങ്ങളാണ് സ്കൂളിൽ താമസമാക്കിയത്. ഇതോടെ സുരക്ഷയെ കരുതി കുട്ടികളെ പലരും സ്കൂളിലേക്ക് വിടാനും മടിച്ചു. ഇതോടെ ക്ലാസ് മുറികൾ ഉപയോഗിക്കാനാകാതെയും സ്കൂൾ പരിസരം കാട് പിടിച്ച് നശിക്കുകയും ചെയ്തു. ഒടുവിൽ ബാലാവകാശ കമ്മീഷനും കളക്ടറും ഇടപെട്ടതോടെയാണ് ക്യാമ്പിൽ താമസിച്ചിരുന്നവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. ആക്സിയ ടെക്നോളജീസിന്റെ ചാരിറ്റി ഫണ്ട് ഉപയോഗിച്ച് കനൽ എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് സ്കൂളിനെ ഉത്സവഛായ പകർന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജനവിധി എണ്ണുന്നു ജൂൺ 4-ന്. ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ? വോട്ടെണ്ണൽ ദിവസത്തെ സമഗ്ര തത്സമയ വിവരങ്ങളുമായി അമൃത TVയും നിങ്ങളോടൊപ്പം. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലെ തത്സമയ വിവരങ്ങൾ, രാഷ്ട്രീയത്തിന് അതീതമായ വിലയിരുത്തലുകളും വിശകലനങ്ങളുമായി പ്രമുഖരും, ഒപ്പം ദേശീയതല വാർത്തകൾ. കാണുക ജയ ജയ ജനഹിതം, ദ വെർഡിക്ട്, ജൂൺ 4 രാവിലെ 6 മണി മുതൽ.